വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ LGSന് വേണ്ടി ഒരു ക്ലാസ് ആരംഭിച്ചപ്പോൾ ആദ്യം ഞാൻ 100 ഡേയ്സിന്റെ LGS സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ അതിൽ കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാത്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, GK ഫുള്ള് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ സയൻസും എല്ലാ കാര്യങ്ങളും പെടും. അങ്ങനെ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം നമ്മൾ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സാണ് തുടങ്ങിയത്. അത് 60 ദിവസത്തെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ആണ്. ഇന്നിപ്പോ 30-31 ദിവസമേ ആയിട്ടുള്ളൂ. നമ്മൾ 62 ഹോട്ട് ടോപ്പിക്സ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 30 ഡേയ്സിന്റെ PYQ, ഒരു ദിവസം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള നിലയ്ക്ക് ഇന്ന് നമ്മൾ 16ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പഠിക്കുന്നത്. ഇതിന്റെ ഇടയിൽ സ്ഥിരമായിട്ട് നമ്മൾ എന്താ പറയാ, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും ഇടയിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ഫോളോ ചെയ്തിട്ടുള്ള കുട്ടികളാണ്. അത് ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടി യാതൊരുവിധ സംശയവും ഇല്ല, നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പൊ ഇനിയാണെങ്കിലും നിങ്ങളെ മക്കളെ 100 ഡേയ്സ് ക്ലാസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത കുറെ കുട്ടികൾ ഉണ്ടാവാം. നിങ്ങൾ എങ്ങനെയായാലും ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് എങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ഉണ്ടാവും. പഠിച്ചിട്ടുള്ള കുട്ടികളോട്, ഇത് ഫോളോ ചെയ്തിട്ടുള്ള കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, അവര് ആ ഹോട്ട് ടോപ്പിക്സ് ഫോളോ ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ എത്രമാത്രം ഇംപ്രൂവ്മെന്റ് അവർക്ക് ഉണ്ട് എന്നുള്ളത്. ടീച്ചർ അധികം സംസാരിച്ച സമയം കളയണില്ല, ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പൊ 2024 LGS മോഡലിൽ നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് പഠിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം എന്താണ്? ഏത് നിയമമാണത്? റൗലറ്റ് ആക്ട് ആണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ഏതാണ്? റൗലറ്റ് ആക്ട് ആണ് അല്ലെ. അപ്പൊ റൗലറ്റ് ആക്ട് എന്തിന് കാരണമായി? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായി എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം എന്താ? അടുത്ത ചോദ്യം നോക്കൂ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അതിന്റെ അടിത്തറ ഇളക്കി. ഇതാരാ പറഞ്ഞേ? നമ്മുടെ മഹാത്മാഗാന്ധിയാണ് പറഞ്ഞേ. അപ്പൊ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ് ചോദിച്ചിട്ടുണ്ട്. ഏത് യുദ്ധമാണ്? പ്ലാസി യുദ്ധമാണ് അല്ലെ. ഇനി അടുത്തത്, അപ്പൊ പറയാണ് അങ്ങനെ അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് ഇതിന്റെ അടിത്തറ മൊത്തമായിട്ട് ഇളക്കിന്നാ പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇനി അടുത്ത ചോദ്യം എന്താ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ക്ലാസ് ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടു കാണുമല്ലോ അല്ലെ. അടുത്തത്, ബംഗാൾ വിഭജനം നടത്തിയത് ഏത് വൈസ്രോയിയാണ്? ആരാണ് നടത്തിയത് ബംഗാൾ വിഭജനം? കേഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ആരുടെ പേര് പറയണം? സരോജിനി നായിഡു അല്ലെ. ആനി ബസന്റ്, സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയ പ്രശസ്തരായിട്ടുള്ള 5 പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വനിതകൾ എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം എന്താണ്? 6ാമത്തെ ചോദ്യം എന്താ പറയണേ? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അനുച്ഛേദം 19 എന്ത് പറയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. അടുത്തൊന്ന് നോക്കൂ. ഏത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മൾ സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ആശയം സ്വീകരിച്ചതെന്ന് ഓർക്കുക. അടുത്തത്, മൗലിക കടമകളെ കുറിച്ച് ശുപാർശ നൽകാൻ 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയേ? മൗലിക കടമകളെ കുറിച്ച് ശുപാർശ ചെയ്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെ, അവര് രൂപീകരിച്ചതാണ്. വർഷം ഏതാണ്? 1976 അപ്പൊ എത്ര ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിയേ? അടുത്ത് നോക്കൂ. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാ വിളിച്ചു ചേർക്ക? രാഷ്ട്രപതിയാ വിളിച്ചു ചേർക്ക കേട്ടോ. അടുത്തത് 1947
ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെ നടന്നു? തൃശ്ശൂരിൽ നടന്നു. അടുത്ത ചോദ്യം നമ്മൾ പറഞ്ഞു തോറ്റ ചോദ്യം അല്ലെ. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. നെക്സ്റ്റ് വൺ നോക്കുക. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. സംഘടിത, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംഘടിത കലാപം, ആറ്റിങ്ങൽ കലാപം. അടുത്ത് നോക്കൂ. 1.25 കോടി മലയാളികൾ, ഇതൊക്കെ എപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആരുടെയാണ്? EMS നമ്പൂതിരിപ്പാടിന്റെയാണ്. അടുത്തതും ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെ അല്ലെ. 1817 വർഷം ഓർക്കണം. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതിബായി. അടുത്തത് G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റ് ഏതാണ്? G20യുമായി ബന്ധപ്പെട്ടതിൽ തെറ്റ് ഏതാണ്? എന്താണ്? G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ, അത് ശരിയാണ്. G20ക്ക് സ്ഥിരമായ ആസ്ഥാനം ഇല്ല, അതും ശരിയാണ്. 98-ൽ G20 രൂപീകരിച്ചു, അത് തെറ്റാണ്. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാ രൂപീകരിച്ചെന്ന്. ഒന്ന് കമന്റ് ചെയ്തോളോ. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്, ശരിയാണ് കേട്ടോ. അടുത്തത് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരം എവിടെയാണെന്ന്? എവിടെയാ? കണ്ണൂർ ജില്ലയാണ്. അടുത്ത നോക്കൂ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഫസൽ അലിയും KM പണിക്കരും HN കുൻസ്ട്രോക്കി ഉണ്ട്. പോറ്റി ശ്രീരാമലു എന്താ പറയാ, ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാവാൻ വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് അല്ലെ മരിച്ച വ്യക്തിയാണ്, മരണപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഇല്ല കേട്ടോ. അടുത്തത് 19ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കണം. അതായത് ചേരിചേരാ നയമുണ്ട്, സമാധാനപരമായ സഹവർത്തിത്വം ഉണ്ട്, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം ഉണ്ട്. ഇത് മൂന്നും ഉണ്ട് കേട്ടോ മക്കളെ. സ്വാശ്രയത്വം ഇല്ല എന്ന് മനസ്സിലാക്കാട്ടോ. അടുത്തത് 20ാമത്തെ ചോദ്യം. 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടത് ശരിക്കും നമുക്ക് ഇല്ലാത്തതാണ്. അതായത് ഇല്ലാത്തതാന്ന് നമുക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ അവർ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യൊന്നുമില്ല. അതായത് നമുക്ക് വേൾഡ് ഹിസ്റ്ററി ഇല്ല ശരിക്കും. 2ാം ലോക ആയുധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തി, എന്താണ്? അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ടത് ആരാണ്? ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ആണ് അച്ചുതണ്ട് ശക്തി ട്ടോ. അടുത്ത് നോക്കൂ. ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ? അപ്പൊ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ, ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടം കൊണ്ടതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അടുത്ത നോക്കൂ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരും പറയാതെ തന്നെ നമുക്കറിയാം APJ അബ്ദുൽ കലാം ആണ്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ഏതാണ്? ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. 2025-ൽ ഇവർക്ക് എന്ത് ലഭിച്ചു? 2025-ൽ കേരളശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. കേരളശ്രീ ട്ടോ. 2023-ൽ വനിതാ രത്ന പുരസ്കാരവും നേടിയ വ്യക്തിയാണ് ആര്? ജിലുമോൾ മരിയറ്റ് തോമസ് എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്തു വെച്ചോളൂ ട്ടോ. 24ാമത്തെ ചോദ്യം. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്കൻ ടീമിനെയാണ്. 25 വലിപ്പത്തിൽ ലോക രാജ്യങ്ങളിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനമാണ്. കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി, നമ്മളിപ്പോ പുതിയ മന്ത്രിസഭ അധികാരത്തിലേറ്റിട്ട് ടീച്ചർ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ആരാണ്? VE അബ്ദുൾ ഗഫൂർ അല്ലെ. VE അബ്ദുൾ ഗഫൂർ ആണ് ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. അടുത്തത് നോക്കൂ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര് മുത്തങ്ങ. അപ്പൊ നമുക്കറിയാലോ, അതായത് തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ല വയനാടാണ്. അപ്പൊ ഒരേ ഒരു വന്യജീവി സങ്കേതം മുത്തങ്ങ അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം
19ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ്? 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ് കേട്ടോ. അടുത്തത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ് അല്ലെ. ഇന്ത്യയുടെ ധാന്യപ്പുര ഏതാണ്? ഉത്തര മഹാസമതലാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ്. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകൾ എത്രയാണ്? 9 ജില്ലകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ്. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പാ നദിയിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പം പറയാൻ പറ്റുന്നില്ലേ? ഇതൊക്കെ ഹോട്ട് ടോപ്പിക്സിൽ പഠിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ തന്നിട്ടുള്ളതൊക്കെ തന്നെ അല്ലെ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് ഏത് ജില്ലയാണ്? ആലപ്പുഴ ജില്ലയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് നമ്മൾ പഠിച്ചേ? പുന്നമടക്കായലിലാണ്. കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്ത് ഉണ്ടെന്നാ പഠിച്ചേ? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് AJ ദേശായി ആണ് കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, കേരള ഹൈക്കോടതിയിലെ നമ്പർ ഇട്ടിട്ട് ചോദിച്ചാൽ അതൊന്ന് ടീച്ചർ പറഞ്ഞുതരാം. കേരള ഹൈക്കോടതിയിലെ 38ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് എന്താ? കേരള ഹൈക്കോടതിയിലെ 38ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ഏത്? AJ ദേശായി അല്ലെങ്കിൽ ആശിഷ് ജിതേന്ദ്ര ദേശായി എന്ന് പറയുന്നത്. കേരള ഹൈക്കോടതിയിലെ 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ചോദിക്കണം വെച്ചാൽ നിതിൻ. ഏതാണ്? നിതിൻ മധുക്കർ ജംദാർ. അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ, സുപ്രീം കോടതിയിലെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതിയിലെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ചന്ദ്രചൂഡാണ് അല്ലെ. ചന്ദ്രചൂഡ്. ഇങ്ങനെയൊക്കെ നമ്പർ ഇട്ടിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് അതും കൂടി ടീച്ചർ പറഞ്ഞത് കേട്ടോ. AJ ദേശായി ആണ് ഈ ഓപ്ഷൻ അനുസരിച്ച്. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനാണ് സൈലന്റ് വാലി അല്ലെ. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? എവിടെയാണ്? മേഘാലയയിലാണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് 1973 ഇനി അടുത്തത്, ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ ആണ്. പക്ഷെ ഇപ്പോൾ ഇന്ത്യയിൽ 15ാമത്തെ ഉപരാഷ്ട്രപതിയായി അദ്ദേഹത്തിന്റെ പേര് CP രാധാകൃഷ്ണൻ എന്നാണ്. ഇന്ത്യയിലെ 15ാമത്തെ ഉപരാഷ്ട്രപതി ട്ടോ. അടുത്ത ചോദ്യം എന്താണ്? നെക്സ്റ്റ് വൺ, ചന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏതാണ്? ലാൻഡറും റോവറും അതുപോലെ പ്രൊപ്പൽഷൻ മൊഡ്യൂളും ഒക്കെ അവരെന്നെ വിക്ഷേപിച്ചതാണ്. ഓർബിറ്റർ ആണ് അതിൽ പെടാത്തത്. അടുത്ത ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം ഏതാണ്? ഗ്രാമീണ ജീവിതമാണ്. അടുത്ത ചോദ്യം ഇതാണ് 46ാമത്തെ ചോദ്യം. ചരക്കു സേവന നികുതി എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1 GST നിലവിൽ വന്നു. അടുത്തത്, ഗോധാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? കുറെ പ്രാവശ്യമായി ചോദിക്കണു അല്ലെ. പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏഷ്യയെ സൂചിപ്പിക്കുന്നു. ഏതിനെയാണ്? ഏഷ്യയെ സൂചിപ്പിക്കുന്നു അല്ലെ. ഏഷ്യ മഞ്ഞ. ഏതാണ്? ഏഷ്യ മഞ്ഞ കളറാണ് എന്ന് പഠിച്ചു. ഇനി അടുത്തത്, യൂറോപ്പ് ഏത് കളറാണ്? ബ്ലൂ കളറാണ് എന്ന് ഓർക്കാം. ആഫ്രിക്ക ഏത് കളറാണ്? ആഫ്രിക്കയ്ക്ക് ബ്ലാക്ക് കളറാണ്. ആഫ്രിക്ക ബ്ലാക്ക്. അടുത്തത് ഏതാണ്? അമേരിക്ക റെഡ്. ഓസ്ട്രേലിയ ഗ്രീന്. ഓസ്ട്രേലിയ ഗ്രീന്. അമേരിക്ക റെഡ് ട്ടോ. അമേരിക്ക റെഡ്. അപ്പൊ ഇത്രയൊന്നും ഓർത്തു വെച്ചോളൂ ട്ടോ. ഇനി നമ്മുടെ ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്തത് പിയറി ഡി ക്യൂബർട്ടിൻ ആണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത്,
49th ക്വസ്റ്റ്യൻ. 69ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അത് അല്ലു അർജുനാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി എന്നാണ്. കാലം സാക്ഷി മനസ്സിലാക്കി വെക്കുക ട്ടോ. അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത്. അതുപോലെ തന്നെ മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ജനസമ്പർക്ക പരിപാടിക്കാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നും കൂടെ ഓർത്തു വെച്ചോളൂ. 2023 79ാമത്തെ മിസ് വേൾഡ് മത്സരത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് അതിന്റെ ഉത്തരം ട്ടോ. ഇനി അടുത്തത് 72ാമത്തെ മിസ് വേൾഡ് മത്സരം 2025 നടക്കുകയുണ്ടായി കേട്ടോ. 2025 നടന്നത് എത്രാമത്തെയാണ്? 72ാമത്തെയാണ് എന്ന് മനസ്സിലാക്കുക. ഈ 2025 72ാമത്തെ മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ്? അവരുടെ പേര് ഇതാണ്. തായ്ലൻഡുകാരിയാണ് ഒപ്പാൽ സുജാത. ഒപ്പാൽ സുജാത ട്ടോ. ചുങ്ശ്രീ എന്നാണ് അവരുടെ പേര്. CHUANGSRI ട്ടോ. ഇവരാണ് തായ്ലൻഡുകാരിയാണ്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ തായ്ലൻഡുകാരിയാണ് ആര്? ഇവര് ട്ടോ. 72ാമത്തെ മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോയത് നന്ദിനി ഗുപ്തയായിരുന്നു. നന്ദിനി ഗുപ്ത. അതിന്റെ വേദി തെലങ്കാനയായിരുന്നു. ഫൈനൽ നടന്നത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ് എന്നും കൂടി ഓർത്തു വെച്ചോളൂ ട്ടോ. 52ാമത്തെ ചോദ്യം എന്താ പറയണേ? രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ് അനാച്ഛാദനം ചെയ്തത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടിയത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശില് വിജയവാഡ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന്. പക്ഷെ ഇവിടെ അതില്ല. അപ്പൊ അതിനേക്കാൾ മുമ്പുള്ളത് ഇതായതുകൊണ്ടാണ് അവിടെ PSC ഉത്തരം കൊടുത്തിട്ടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണെന്ന് ഓർത്തു വെച്ചോട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയത്. അപ്പൊ അതന്നെയല്ലേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ളത് ട്ടോ. അപ്പൊ ഇതിപ്പോ PSC ആൻസർ ഹൈദരാബാദ് എന്ന് കൊടുത്തു. അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അടുത്ത് നോക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി. ശരിയായത് ഏത് എന്നാ പറയണേ? 53 അതില് കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ, അത് മാത്രമേ ശരിയുള്ളൂ ട്ടോ. രണ്ടാമത്തെ മാത്രാണ് ഉത്തരം ശരി. ഇനി ലോല ഏതാണ്? ലോല. ലോല എന്തിന്റെ സങ്കരയിന? പയറിന്റെ സങ്കരയിനാണ് ലോല. അടുത്ത അസ്ഥികൾ കനം കുറഞ്ഞ് വളയണത് ഏതാണെന്ന് നമുക്കറിയാലോ. ഏതാണ്? കണ അല്ലെ. ഇതാണ് കണയാണ് അല്ലെ. ജീവകണ്ഠിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? കണ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാ പറയണേ? തിരമാല ഒരു പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. അത് മാത്രാണ് ഇതില് ശരി ട്ടോ. ഇനി അടുത്ത് നോക്കൂ. വനംവകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാ? മലപ്പുറം ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തത് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം 2023 സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയുടെ പേര് ആർദ്രം പദ്ധതി എന്നാണ്. മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജം എന്തായി മാറണു? പ്രവൃത്തിയിലെ യാന്ത്രികോർജമായിട്ട് മാറുകയാണ് ഉണ്ടാവണേ. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഏത് ലെൻസ് ഉപയോഗിക്കുന്നു? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. അടുത്തത് ദോലന ചലനത്തിന് ഉദാഹരണം ജൈന്റ് വീലിന്റെ ചലനമാണ്. എന്തിന്റെ? ജൈന്റ് വീലിന്റെ ചലനം. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ടൈറ്റാനിയം ആണ്. മെന്റലീവിയം, റൂദർഫോർഡിയം, ക്യൂറിയം എന്നിവ ശാസ്ത്രജ്ഞന്മാരുടെ സമ്മാനാർത്ഥം അവരുടെ എന്താ പറയാ? സമ്മാനാർത്ഥം എന്ന് പറയാ, ബഹുമാനാർത്ഥം അല്ലെ. അവരെ സ്മരിച്ചുകൊണ്ട് ഇട്ടിട്ടുള്ള മൂലകങ്ങളാണ്. അവരുടെ പേര് കൊടുത്തിരിക്കുന്ന മൂലകങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത് 64. ഐസ് ചൂടാകുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് ഏതാണ്? ഏതൊക്കെയാണ്? കണികകളുടെ ഊർജം. അത് ശരിയാണ്.
അടുത്തത് കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, അതും ശരിയാണ്. അടുത്ത കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു, അത് ശരിയാണ്. ചലനം കുറയുന്നു എന്നുള്ളത് തെറ്റാണ് കേട്ടോ മക്കളെ. അപ്പൊ അടുത്ത ചോദ്യം എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആയ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ജപ്പാനാണ്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിയേ, അതായത് ആദ്യം തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനി, അതിന്റെ പേര് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി എന്നാണ് കേട്ടോ. അതില് സവിശേഷതകളിൽ ഉൾപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ഇതിൽ തെറ്റായ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് എന്നുള്ളതാണ്. ഇതിലെ തെറ്റ് ഏതാണ്? ഡി ആണ് തെറ്റ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ ജെയിംസ് വെബ് ദൂരദർശിനിക്ക് സാധിക്കും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യാൻ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിക്ക് സാധിക്കും. അപ്പൊ ഈ 3 എന്താ പറയുന്നത് പ്രത്യേകതകളും പഠിച്ചു വെക്കാട്ടോ. അടുത്ത ചോദ്യം എന്താ? ഒറ്റപ്പെട്ടത് ചിക്കൻ ബോക്സ് അല്ലെ? ചിക്കൻ ബോക്സ് ഏതാ? വൈറസ് ആണ് അല്ലെ? അടുത്തത് നിപ്പ വൈറസിന്റെ പ്രകൃത്യാലുള്ള വാഹക ജീവി ഏതാണ്? അത് വവ്വാലാന്ന് എല്ലാവർക്കും അറിയാലോ, നിപ്പ അല്ലെ? ഇനി അടുത്തത് 69ാമത്തെ ചോദ്യം. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് വിളിക്കുന്നു. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പാണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് സിഗ്മോമാനോമീറ്റർ ആണ്. അടുത്തത് രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്ത അവസ്ഥ അത് പ്രമേഹമാണ്. ബാക്കി അതിറോസ്ക്ലോറോസിസും ഹൃദയാഘാതവും പക്ഷാഘാതം ഒക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് കൊളസ്ട്രോൾ കൂടിയാ. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. അടുത്ത ചോദ്യം എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്താണ്? അവർക്ക് അയൺ ഗുളിക അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ഗുളികകളൊക്കെ എന്താ പറയുന്നത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിന്റെ പേര് WIFS എന്ന് കാണില്ലേ? ഈ പദ്ധതിയാണ് കേട്ടോ. ഇരുമ്പടങ്ങിയ ഗുളികകള് സ്കൂളുകളിൽ വിതരണം ചെയ്യാണ്. വീക്കിലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്നാണ്. 6 മുതൽ 12 വയസ്സ് വരെയുള്ള ക്ലാസ്സുകളിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകള്, മുനിസിപ്പൽ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും, കൗമാരപ്രായക്കാരായ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സൗജന്യമായിട്ടാണ് ഈ സംഭവം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത നോക്കിയേ, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ബാലമിത്ര എന്നാണ്. പദ്ധതി എന്താണ്? ബാലമിത്ര പദ്ധതി എന്നാണ് കേട്ടോ. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരാത്തത്? കൊതുകും ഈച്ചയൊന്നും കടിച്ചു കഴിഞ്ഞാൽ എയ്ഡ്സ് രോഗം പകരില്ല കേട്ടോ. ലൈംഗിക ബന്ധത്തിലൂടെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ ഒക്കെ പകരും. അടുത്തത് സിയാച്ചിനിൽ ആദ്യമായി നിയമിതനായ വനിതാ മെഡിക്കൽ ഓഫീസറിന്റെ പേര് ഗീതിക കൗൾ ആണ്. എവിടെയാ? ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ് കേട്ടോ. അടുത്തത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം ഏതാണ്? കൊൽക്കത്തയാണ് കേട്ടോ. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാണ്? സ്പൈസസ് പാർക്ക് എവിടെയാണ്? തുടങ്ങനാട്. എവിടെയാണ്? തുടങ്ങനാട് കേട്ടോ. അടുത്ത ചോദ്യം, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? PSC പ്രകാരം എന്താണ്? PSC ആൻസർ പ്രകാരം 28% പക്ഷെ എന്താ പറയാ, GSTക്ക് മുമ്പ് 18%. പിന്നെ നമ്മളിപ്പോ 50ാമത്തെ GST കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മുമ്പ് 18 പിന്നെ ഇപ്പോഴാണ് 28% കൂട്ടിയെന്നൊക്കെ നമ്മൾ അന്ന് പഠിപ്പിച്ചെന്നുണ്ടായി ടീച്ചർ കേട്ടോ. 80 ക്വസ്റ്റ്യൻ തീർന്നില്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ 80 ക്വസ്റ്റ്യൻ ആയി. 16ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണേന്നല്ലേ നമ്മൾ പറഞ്ഞവിടെ. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒക്കെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ടാവണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.